ഹായ് വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 8ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും ക്ലാസ് കാണുക. ഇന്ന് നമ്മൾ ഹിന്ദിയാണ് പഠിക്കാൻ പോകുന്നത്. ഹിന്ദിയിലെ ആദ്യത്തെ ക്ലാസ്. ഹിന്ദി ടെക്സ്റ്റ് നിങ്ങൾ നോക്കി കാണും. ഫസ്റ്റ് നമ്മുടെ ഒരു കവിതയാണ് പഠിക്കാനുള്ളത്. നമുക്ക് കവിതയുടെ പേര് പേട്. പേട് എഴുതിയിരിക്കുന്നത് സുശീൽ ശുക്ല. സുശീൽ ശുക്ല എന്ന കവി എഴുതിയ പേട് എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ പേട് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്താണ്? മരം, ട്രീ. ഇപ്പോൾ മരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കവിതയാണ്. മരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കവിതയാണ്. ഒന്നുകൂടി കവിതയുടെ പേര് പറയാം, സുശീൽ ശുക്ല. ഓക്കെ, നമുക്ക് കവിതയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് മരത്തിനെ ഒരു മരമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, പകരം മരത്തിനെ ഒരു തയ്യൽക്കാരനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ടൈലറായിട്ടാണ് മരത്തിനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് കവി എഴുതിയിരിക്കുന്നത്. സോ നോക്കാം, ഫസ്റ്റ് ലൈൻ നോക്കിയേ. പേട് തും പേട് നഹി തും ദർജി. പേട് മരമേ, തും പേട് നഹി നീ മരമല്ല, തും ദർജി. മരത്തിനെ വിളിച്ചിട്ട് പറയാണ്, മരമേ നീ മരമല്ല, പിന്നെ നീ ആരാ? ദർജിയാണ്, തയ്യൽക്കാരനാണ്. ദർജി മീൻസ് ടൈലർ, തയ്യൽക്കാരൻ. അപ്പോൾ മരമേ നീ മരമല്ല, ആരാണ്? തയ്യൽക്കാരനാണ്. തും എന്നുള്ളതിൻ്റെ മീനിങ് നീ എന്നോ നിങ്ങളെന്നോ പറയാം. നിങ്ങളെന്നാണ് കറക്റ്റ് മീനിങ്. എന്നാൽ നമുക്കിപ്പോൾ ഇവിടെ തൽക്കാലം നീ എന്ന മീനിങ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പോൾ മരമേ നീ മരമല്ല, നീ ആരാണ്? നീ തയ്യൽക്കാരനാണ് എന്നാണ് കവി പറയുന്നത്. തുമ്നെ കിത്നി സിലേ കൗസലേ കിത്നി സിലി ഹവായേ. തുമ്നെ കിത്നെ സിലേ കൗസലെ. തുമ്നെ നീ, കിത്നെ സിലെ, കിത്തനയുടെ മീനിങ് അറിയാലോ, എത്ര. സിലെ, സിൽന മീൻസ് തുന്നുക. അപ്പോൾ സിലെ തുന്നി അല്ലെങ്കിൽ തുന്നിയത് എന്നൊക്കെയാണ്. തുമ്നെ കിത്നെ സിലെ നീ എത്ര തുന്നി. എന്ത്? കൗസലെ കൂടുകൾ. കൗസല മീൻസ് കൂട്. പക്ഷികളുടെ കൂടില്ലേ, മരത്തിലൊക്കെ കൂട് വയ്ക്കത്തില്ലേ, ആ കൂടാണ് കൗസല. തുമ്നെ കിത്നെ സിലെ കൗസലെ നീ എത്ര കൂടുകൾ തുന്നി. കിത്നി സിലി ഹവായേ. കിത്നി സിലി എത്ര തുന്നി. എന്ത്? ഹവ. ഹവ മീൻസ് വായു, എയർ. നമ്മൾ ശ്വസിക്കുന്ന എയർ. അത് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? മരത്തിൽ നിന്നല്ലേ. നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടുന്നത് മരത്തിൽ നിന്നല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കിത്നി സിലി ഹവായം. ഹവായ്ക്ക് കാറ്റെന്നുള്ള മീനിങ് കൂടെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് വായു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആദ്യം പറഞ്ഞെന്താണ്? തുമ്നെ കിത്നെ സിലേ കൗസലെ നീ എത്ര കൂടുകൾ തുന്നി. കിത്നി സിലി ഹവായം നീ എത്ര വായു തുന്നി. ധൂപ്പ് സിലി തോ ബിഗർ ഗയി കതിരൻ കതിരൻ ഛായായും. അതുപോലെ വേറൊന്നും കൂടി തുന്നിയായിരുന്നു. ധൂപ്പ്, വെയിൽ, സൺലൈറ്റില്ലേ, അതാണ് ധൂപ്പ്. അപ്പോൾ ധൂപ്പ് സിലി വെയിൽ തുന്നി. തോ ബിഗർ ഗയി തുന്നിയെങ്കിലും പക്ഷേ ഒരു പ്രശ്നം സംഭവിച്ചു അവിടെ. ബിഗർ ഗയി അതങ്ങ് ചിതറിപ്പോയി. എങ്ങനെയാണ് ചിതറിപ്പോയേ? കതിരൻ കതിരൻ ഛായായം കഷണങ്ങളായിട്ടുള്ള തണലുകളായിട്ട് അത് ചിതറിപ്പോയി. അതാണ് നമ്മുടെ ധൂപ്പിന് സംഭവിച്ച പ്രശ്നം. അപ്പോൾ ധൂപ്പ് തുന്നി, പക്ഷേ ധൂപ്പ് തുന്നിയപ്പോൾ എന്താ സംഭവിച്ചേ? അത് പല കഷ്ണങ്ങളായിട്ടുള്ള തണലുകളായിട്ട് ചിതറിപ്പോയി. അതായത് നമ്മൾ മരങ്ങളുടെ താഴെ നിന്നുകൊണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. വെയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇലകൾക്കിടയിലൂടെ ചെറിയ വിടവുകളായിട്ടല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇലകളുടെ മറവ് ഉള്ള സ്ഥലങ്ങളിൽ തണലായിരിക്കും, അല്ലാത്ത സ്ഥലങ്ങളിൽ വെയിലടിക്കുന്നതും കാണാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേട് തും പേട് നഹി തും ദർജി. വീണ്ടും പറയുകയാണ്, മരമേ നീ മരമല്ല, നീ തയ്യൽക്കാരനാണ്. ഇത്രയും സാധനങ്ങൾ നീ തുന്നിയതല്ലേ, അപ്പോൾ നീ ആരാണ്? തയ്യൽക്കാരനാണ്. എന്തൊക്കെയാണ് മരം തുന്നിയത്? ഒന്നുകൂടി നോക്കിയേ. ഒരുപാട് കൂടുകൾ തുന്നി, കാറ്റ് അല്ലെങ്കിൽ വായു അത് തുന്നി, പിന്നെ എന്താ ചെയ്തേ? ധൂപ്പ് തുന്നി, വെയിൽ തുന്നി. വെയിൽ തുന്നിയപ്പോൾ എന്ത് സംഭവിച്ചു? അത് തണലുകളായിട്ട് ചിതറിപ്പോയി. ഛായയ്ക്ക് രണ്ട് മീനിങ് ഉണ്ട്. തണലെന്ന് മാത്രമല്ല, നിഴലെന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ നിഴലെന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തണലെന്നാണ്. അടുത്ത സ്റ്റൻസ് നോക്കിയേ. മിട്ടി സിൽക്കർ രംഗ് ബനായേ പാനി സിൽ ആകാശ് മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാശ്. മിട്ടി മണ്ണ്, സിൽക്കർ തുന്നിയിട്ട്, തുന്നിച്ചേർത്തുകൊണ്ട്, രംഗ് ബനായേ രംഗ് ഉണ്ടാക്കി, കളറുണ്ടാക്കി, നിറമുണ്ടാക്കി. മിട്ടി സിൽക്കർ രംഗ് ബനായേ മണ്ണ് തുന്നിച്ചേർത്ത് നീ കളറുണ്ടാക്കി. അതെങ്ങനെയാണ് മണ്ണ് തുന്നിച്ചേർത്ത് നിറങ്ങൾ ഉണ്ടാക്കുന്നത്? പറ്റുമോ? നമുക്ക് നേച്ചറിലോട്ട് നോക്കുമ്പോൾ വളരെ കളർഫുള്ളായിട്ട് കാണുന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ട്? നേച്ചർ ഫുള്ള് കളർഫുള്ളല്ലേ. അതായത് മരങ്ങൾ കാണാൻ പറ്റും, ചെടികൾ കാണാൻ പറ്റും, പിന്നെ അതിനകത്തൊക്കെ പിടിച്ചിരിക്കുന്ന പൂക്കൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കളർഫുള്ളായിട്ടുള്ള വസ്തുക്കളല്ലേ. പ്രത്യേകിച്ചും പൂക്കൾ കളർഫുള്ളാണല്ലോ. അപ്പോൾ ഈ കളർഫുള്ളായിട്ടുള്ള വസ്തുക്കളൊക്കെ എവിടെയാണ് പിടിച്ചത്? ഭൂമിയിലല്ലേ, മിട്ടിയിലല്ലേ, മണ്ണിലല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് മിട്ടി സിൽക്കർ രംഗ് ബനായേ മണ്ണ് തുന്നിച്ചേർത്ത് നീ എന്തുണ്ടാക്കി? കളറുണ്ടാക്കി. പാനി സിൽ ആകാശ്. അതുപോലെ പാനി സിൽ ആകാശ് വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, വെള്ളം തുന്നിച്ചേർത്തുകൊണ്ട് ആകാശമുണ്ടാക്കി. അതെങ്ങനെയാണ് വെള്ളം തുന്നിച്ചേർത്തുകൊണ്ട് ആകാശം ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? വല്ല ഐഡിയ ഉണ്ടോ? അതായത് ആകാശത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? മേഘങ്ങൾ കാണാൻ പറ്റുമല്ലേ. ആ മേഘങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ചുറ്റുമുള്ള ജലാശയങ്ങളിൽ നിന്ന് വെയിലിൻ്റെ ചൂടടിച്ചിട്ട്
ആവിയായിട്ട്, നീരാവിയായിട്ട്, വാട്ടർ വേപ്പറായിട്ട് മുകളിൽ പോയിട്ട് മേഘങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഴ ഉണ്ടാകുന്നത് എങ്ങനെയെന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോഴതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. സോ പാനീസിൽ ആകാശ്. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് എന്തുണ്ടാക്കി? ആകാശ്. വെള്ളം തുന്നിച്ചേർത്തുകൊണ്ട് ആകാശമുണ്ടാക്കി. മിട്ടി രംഗ് ഹവാ പാനിക്കോ ജോഡാ ദിയ തരേഷ്. അങ്ങനെ മിട്ടി രംഗ് ഹവാ പാനി, മണ്ണും കളറും കാറ്റും വായുവും വെള്ളവും എല്ലാം കൂടി ചേർത്തിട്ട് എന്തുണ്ടാക്കി? ജോഡാ ദിയ തരാശ്. ജോഡാ ദിയ ചേർത്ത് വെച്ചു. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് തരാശ്. തരാശ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ രൂപപ്പെടുത്തിയെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾക്ക് ആകൃതി നൽകുക എന്നൊക്കെയാണ്. അതായത് നമ്മൾ കല്ലൊക്കെ കൊത്തി ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരു രൂപപ്പെടുത്തൽ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മിട്ടി രംഗ് ഹവാ പാനി ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. പേട് തും പേട് നഹി തും ദർജി. വീണ്ടും പറയുകയാണ്, മരമേ നീ മരമല്ല, നീ ആരാ? തയ്യൽക്കാരനാണ്. തുമ്നെ കിത്തിനെ സിലെ കിനാരെ, നീ എത്ര തീരങ്ങൾ തുന്നി. തുമ്നെ കിത്തിനെ സിലെ, നീ എത്ര തുന്നി. കിനാരെ തീരങ്ങൾ. തീരങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നദീതീരങ്ങൾ, കായൽ തീരങ്ങൾ, കുളത്തീരങ്ങളോ എന്തുവാ? വേണ്ട, കുളം ക്യാൻസൽ ചെയ്തേക്ക്. നദീതീരങ്ങൾ, കായൽ തീരങ്ങൾ, അങ്ങനെ ഒരുപാട് തീരങ്ങളുണ്ടല്ലോ അല്ലേ? അപ്പോൾ തീരങ്ങളെയൊക്കെ നീ തുന്നി. കിതിനി സിലി സമീനെ, അതുപോലെ തന്നെ നീ ഒരുപാട് സമീൻ. സമീൻ മീൻസ് ഭൂമി അല്ലെങ്കിൽ കര, ലാൻഡ് എന്നാണ് സമീൻ്റെ മീനിങ്. അപ്പോൾ നീ ഒരുപാട് കരകൾ അല്ലെങ്കിൽ ലാൻഡുകൾ ഉണ്ടാക്കി, അതൊക്കെ തുന്നി. എന്തൊക്കെ ഉണ്ടാക്കി? തുമ്നെ കിതിനി സിലെ കിനാരെ കിതിനി സിലി സമീനെയും, നീ എത്ര തീരങ്ങളുണ്ടാക്കി, നീ എത്ര ലാൻഡുകൾ, എത്ര കരകൾ ഉണ്ടാക്കി. രംഗ് മഹക്കി ഹുയി സിലായി. പിന്നെ രംഗ് മഹക്കി ഹുയി സിലായി, മഹക്കിൻ്റെയും തുന്നലും നടത്തിയിട്ടുണ്ട്. രംഗ് കളറ്, മഹക്ക് മീൻസ് സുഗന്ധം എന്നാണ്, ഫ്രാഗ്രൻസ് ആണ്. അതൊക്കെ എന്ത് ചെയ്തു? സിലായി, അതിൻ്റെയൊക്കെ തുന്നലുകൾ നീ നടത്തിയിട്ടുണ്ട്. രംഗിൻ്റെ മഹക്കിൻ്റെ. രംഗ് മീൻസ് നേരത്തെ നമ്മൾ രംഗെന്ന് പറഞ്ഞ എന്തായിരുന്നു? മിട്ടി മിൽക്കർ രംഗ് ബനായെ, അങ്ങനത്തെ പറ്റി പിടിച്ചില്ലേ? മണ്ണ് തുന്നി ചേർത്തുകൊണ്ട് എന്തുണ്ടാക്കി? ഫ്ലവേഴ്സ്, പൂക്കളുണ്ടാക്കി അല്ലേ? കളർഫുള്ളായിട്ടുള്ള പൂക്കളുണ്ടാക്കി. അപ്പോൾ ഇവിടെ കളർഫുള്ളായിട്ടുള്ള പൂക്കളുടെയും അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന മഹക്ക്, സുഗന്ധം, അതിൻ്റെയൊക്കെ തുന്നലുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൂൽസിലെ പശ്മീനെ. പിന്നെ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് എന്താ തുന്നിയത്? ഫൂൽസിലെ പശ്മീനെ. ഫൂൽ ഉപയോഗിച്ചുകൊണ്ടും തുന്നി. എന്ത് തുന്നി? പശ്മീനെ. പശ്മീന മീൻസ് എന്താണ്? പുതപ്പ് അല്ലെങ്കിൽ ഷോൾ എന്നാണ് മീനിങ്. പശ്മീന മീൻസ് മൃദുവായ കമ്പിളി വസ്ത്രങ്ങൾ, അതാണ് എന്ത്? പശ്മീനെ. വെരി സോഫ്റ്റ് വൂളൻ ക്ലോത്ത്സ്. അതായത് ഹിമാലയത്തിലൊക്കെയുള്ള ചില അനിമൽസിൻ്റെ, ഗോട്ട്, ആട് പോലെയുള്ള ചില അനിമൽസിൻ്റെയൊക്കെ വൂൾ എടുത്തിട്ട് കാശ്മീരിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു തരം ഷോൾ, ഒരു തരം കമ്പിളി പുതപ്പാണ് പശ്മീന ഷോൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുതപ്പാണ്. അത് നിർമ്മിച്ചു. പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് പശ്മീന നിർമ്മിച്ചു. പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതപ്പ് പോലെ പൂക്കളിങ്ങനെ വിടർന്നു നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേട് തും പേട് നഹി തും ദർജി. മരമേ നീ മരമല്ല, നീ ആരാണ്? ദർജിയാണ്, തയ്യൽക്കാരനാണ്. നെക്സ്റ്റ്, ആം മേം ആം കെ സ്വാദ് മിലേ ഹേ, ജാമുൻ മേം ജാമുൻ കെ. ബാഗ് മേം ബാഗ് കെ സ്വാദ് സിലേ ഹേ, വൻ കെ പേട് മേം വൻ കെ. ആം മേം. ആം എന്താണ്? ആം മാംഗോ, മാങ്ങ, മാമ്പഴം. മാമ്പഴത്തിൽ എന്ത് ചെയ്തു? ആം കെ സ്വാദ് സിലേ ഹേ, മാമ്പഴത്തിൽ നീ അതിൻ്റെ രുചി തുന്നിച്ചേർത്തു. മാമ്പഴത്തിന് കഴിക്കുമ്പോൾ ഒരു രുചി കിട്ടത്തില്ലേ? അപ്പോൾ ആ രുചി ആരാ തുന്നിച്ചേർത്ത്? മരമാണ് തുന്നിച്ചേർത്തിരിക്കുന്നത്. ജാമുൻ മേം ജാമുൻ കെ. ജാമുൻ ഞാവൽപ്പഴം, അപ്പോൾ അതിനകത്ത് ജാമുൻ കെ, ചാവൽപ്പഴം കഴിച്ചാൽ ഞാവൽപ്പഴത്തിൻ്റെ രുചി കിട്ടും. അതും തുന്നിച്ചേർത്തിരിക്കുന്നത് ആരാണ്? നമ്മുടെ മരമാണ്. അപ്പോൾ ആം മേം ആം കെ സ്വാദ് സിലേ ഹേ, ജാമുൻ മേം ജാമുൻ കെ. മാങ്ങയിൽ നീ മാങ്ങയുടെ സ്വാദ് തുന്നിച്ചേർത്തു, അതുപോലെ ഞാവൽപ്പഴത്തിൽ ഞാവൽപ്പഴത്തിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തു. ബാഗ് മേം ബാഗ് കെ സ്വാദ് സിലേ ഹേ. ബാഗ് എന്താണ്? ബാഗ് തോട്ടമാണ്. ബാഗ് തോട്ടം. തോട്ടത്തിൽ തോട്ടത്തിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തു. പൂന്തോട്ടം വേണമെങ്കിൽ ഗാർഡൻ എന്ന് പറയാം. അപ്പോൾ ബാഗ് മേം ബാഗ് കെ സ്വാദ് സിലേ ഹേ, തോട്ടത്തിൽ തോട്ടത്തിൻ്റേതായിട്ടുള്ള സ്വാദ് നീ തുന്നിച്ചേർത്തു. വൻ കെ പേട് മേം വൻ കെ. വൻ എന്താണ്? കാട്, ഫോറസ്റ്റ് അല്ലെങ്കിൽ വനം. വനത്തിൽ അവിടെയുള്ള മരങ്ങളിൽ വനത്തിൻ്റേതായിട്ടുള്ളൊരു സ്വാദ് തുന്നിച്ചേർത്തു. അപ്പോൾ തോട്ടത്തിന് തോട്ടത്തിൻ്റേതായിട്ടുള്ളൊരു സ്വാദുണ്ട്, കാടിന് കാടിൻ്റേതായിട്ടുള്ളൊരു സ്വാദുണ്ട്. അതൊക്കെ തുന്നിച്ചേർത്തിരിക്കുന്ന ആരാണ്? മരങ്ങളാണ്. ഇപ്പോൾ തോട്ടം ഉണ്ടാകണമെങ്കിലും വനം ഉണ്ടാകണമെങ്കിലും അവിടെ മരങ്ങൾ വേണമല്ലോ അല്ലേ? അപ്പോൾ മരം എന്ത് ചെയ്തു? തോട്ടത്തിന് തോട്ടത്തിൻ്റേതായിട്ടുള്ള സ്വാദ് കൊടുത്തു, വനങ്ങൾക്ക് വനത്തിൻ്റേതായിട്ടുള്ള സ്വാദ് കൊടുത്തു. അതുപോലെ ആദ്യം ചെയ്തത് എന്തായിരുന്നു? മാങ്ങയ്ക്ക് മാങ്ങയുടേതായിട്ടുള്ള രുചി തുന്നിച്ചേർത്തു, ഞാവൽപ്പഴത്തിന് അതിൻ്റേതായിട്ടുള്ള രുചി തുന്നിച്ചേർത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മരം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേട് എന്ന് പറയുന്നത് ഒരു നിസ്സാര പരിപാടിയല്ല എന്ന് മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ തുന്നിച്ചേർത്തു. സോ മരമെന്ന് പറയുന്നത് വെറും ഒരു മരമല്ല, പിന്നെ ആരാണ്? തയ്യൽക്കാരനാണ്. വീണ്ടും പറഞ്ഞിരിക്കുന്നത്, പേട് തും പേട് നഹി തും ദർജി. മരമേ നീ മരമല്ല, നീ തയ്യൽക്കാരനാണ് എന്നാണ് നമ്മുടെ കവിയായ സുശീൽ ശുക്ല പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ കവിത. സോ ഇതിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റ.